എന്താ വന്ദനമ്മ ജഗനങ്ങൾ ഫോൺ എടുക്കാത്തത്? ഡിയമ്മൾ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. വേണ്ട, ജഗനങ്ങള് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ആളല്ലേ. ചിലപ്പോ വീട്ടിലെ ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടില്ല. മോളെ, ജഗൻ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ തിരിച്ചു വിളിക്കാതിരിക്കില്ല എന്ന് തന്നെ എന്റെ വിശ്വാസം. പ്രകാശേട്ടൻ വിളിച്ചറിയിച്ചെന്നല്ലേ പറഞ്ഞ്? പ്രകാശേട്ടൻ ഇപ്പൊ ഒരുപാടങ്ങ് മാറി. ശരിക്കും പറഞ്ഞൊരു വല്യേട്ടനായി ഇപ്പോ. എല്ലാ കാര്യത്തിനും ആളിനിപ്പോ നല്ല ഉത്തരവാദിത്വമാ. പ്രകാശം വിളിച്ചു എന്ന് പറയുന്നത് ശരിയായിരിക്കും. ജഗന്റെ ഫോണിന് ഇനി വല്ല കേട് സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ഏതായാലും എന്റെ ഏട്ടൻ ഭാഗ്യവാനാ. മരുമാനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മായിയമ്മയെ കിട്ടിയില്ലേ. മരുമകനെ മാത്രമല്ല, മരുമക്കളോടെല്ലാം അമ്മയ്ക്ക് ഒരേ രീതി തന്നെയാ. ദേ, ഇത് കഴിച്ചിട്ട് വേദന കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എനിക്കിപ്പോ വേദനയൊന്നുമില്ല സുചിത്രടുത്തി. ഇപ്പൊ അറിയില്ല, രാത്രിയാകുമ്പോ കോൾ അങ്ങ് മാറും. മാധവേട്ടൻ ഇന്ന് വർക്ക്ഷോപ്പിൽ മൊബൈല് കൊണ്ടുപോയിട്ടുമില്ല. ഒരു കണക്കിന് അച്ഛൻ മൊബൈല് കൊണ്ടുപോകാത്തത് കാര്യമായി. അല്ലെങ്കിൽ ഇതറിഞ്ഞ് അച്ഛൻ വർക്ക്ഷോപ്പിന് അവധിയും കൊടുത്ത് വെപ്രാളപ്പെട്ട് ഇങ്ങോട്ട് വന്നേനെ. വന്ദനമോളെന്ന് വെച്ചാ അച്ഛന് ജീവന. അക്കാര്യത്തില് വന്ദന ഭാഗ്യവതിയാ. കാര്യം അറിഞ്ഞിട്ട് സ്വന്തം ഭർത്താവ് ഒന്ന് വിളിച്ചു ചോദിച്ചു പോലും ഇല്ലല്ലോ. അതൊന്നും അത്ര വലിയ കാര്യമാക്കാനില്ല. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ പ്രസവ സമയത്ത് പോലും ആശുപത്രിയിലേക്ക് പ്രകാശേട്ടനൊന്നും വന്നില്ല. പക്ഷേ അച്ഛനും അമ്മയും പ്രകാശേട്ടൻ വരാത്തതിന്റെ കുറവ് അറിയിച്ചിട്ടുമില്ല. ആ ഒരു ധൈര്യം കൊണ്ടായിരിക്കാം ജഗനും ഇതത്ര കാര്യമാക്കാതിരുന്നത്. ഒരാള് വീണെന്ന് കേട്ടപ്പോ ഹരിതയാണോ വന്ദനേച്ചിയാണോ എന്ന് ഉള്ളിലൊരു അങ്കലാപ്പുണ്ടായിരുന്നു. ഞാനാണ് വീണെന്നറിഞ്ഞപ്പോ എന്റെ അനുജന്റെ ഉള്ളിലെ അങ്കലാപ്പ് മാറിക്കാണൂല്ലേ? അയ്യോ, അങ്ങനെയല്ല വന്ദനേച്ചിയാണ് ഉദ്ദേശിച്ചത്. വന്ദനേച്ചി ഹരിത എനിക്ക് ഒരുപോലെയല്ലേ. ഈ മനോജിന്റെ ഒരു കാര്യം എന്തൊക്കെ വൃത്തികേടായി വിളിച്ച് പറയുന്നേ. എനിക്ക് വേണ്ടിട്ടാ വന്ദനേച്ചി കുളിമുറിയിൽ പോയതും വീണതും ഒക്കെ. കുളിമുറിയിലെ എണ്ണയോ കുഴമ്പോ എന്തൊക്കെ വീണ് കിടക്കുന്നു. അത് വന്ദനേച്ചിയുടെ അശ്രദ്ധ കൊണ്ടാ സംഭവിച്ചതെന്നാണല്ലോ പ്രകാശേട്ടൻ പറഞ്ഞത്. ഇപ്പോ എങ്ങനെയുണ്ട് ഹരിത നിന്റെ വല്യേട്ടൻ? മനോജെ, നിന്റെ ഭാര്യ ഹരിത മാത്രമല്ല അമ്മയാകാൻ പോകുന്നത്, വന്ദനെ അമ്മയാകാൻ പോകുന്നവളാ. ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നു. സോറി അമ്മേ, ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഈ മനോജങ്ങൾ ഇങ്ങനെ തന്നെയാ, എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിളിച്ച് പറഞ്ഞോണ്ടേയിരിക്കും. മണ്ടൻ. എടി കാന്താരി, നിന്നെ